കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ പശ്ചിമ ബംഗാളിലായിരുന്നു. മമതാ ബാനർജിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. അതായത് പശ്ചിമ ബംഗാൾ പിടിച്ചടക്കുക എന്ന BJPയുടെ ലക്ഷ്യത്തെ തകർക്കുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാളും ഒരു ദൗത്യം ഏറ്റെടുത്തു. മമതാ ബാനർജിക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് അദ്ദേഹം പശ്ചിമ ബംഗാളിൻ്റെ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു. പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു വന്ന അരവിന്ദ് കെജ്രിവാളിനെ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ MP-മാർ, രാജ്യസഭയിലെ 10 MP-മാരിൽ 7 പേരും കൂട്ടത്തോടെ കൂറുമാറി BJPയുടെ ഭാഗമായി. അസാധാരണമായ ഈ രാഷ്ട്രീയ പ്രതിസന്ധി എങ്ങനെ നേരിടും ആം ആദ്മി പാർട്ടി? എന്താണ് ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് എന്ത് തരത്തിലുള്ള പ്രതിഫലനമുണ്ടാക്കും? എന്താണ് BJP രാഷ്ട്രീയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്? പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ ഇത് എത്ര കണ്ട് പ്രതിഫലിക്കും? ഇങ്ങനെ നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങളാണ് സ്വാഭാവികമായും ഉയരുന്നത്. കൂറുമാറിയ 7 MP-മാരിൽ 6 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. പഞ്ചാബിലെ ഈ 6 MP-മാരും മാറുമ്പോൾ അത് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഏതു തരത്തിലാണ് BJP കാണുന്നത്? നമുക്കറിയാം, BJPക്ക് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും പടർന്നു കയറാൻ, അവർക്കൊരു സ്വാധീനമില്ലാത്ത ഇടങ്ങളിലും കടന്നു കയറാൻ അവർക്ക് സാധ്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സാധ്യമാവാത്ത ചില തുരുത്തുകളുണ്ട്. കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് BJPക്ക് ഇപ്പോഴും കൃത്യമായ സ്വാധീന ശക്തിയാവാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ്. തമിഴ്നാട് മറ്റൊരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തരേന്ത്യയിൽ പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബ് സ്വാഭാവികമായും BJPക്ക് ഏറെ സാധ്യതയുള്ള ഇടമാണെങ്കിൽ കൂടിയും അടുത്തിടെ ഉണ്ടായ കർഷക സമരങ്ങളും മറ്റും BJPയുടെ ആ സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ BJP അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ കരുനീക്കങ്ങൾ പഞ്ചാബിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പുതിയൊരു നീക്കമാണ് സംഭവിക്കുന്നത്. ഓർക്കുക, പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, സുപ്രധാനമായ രാഷ്ട്രീയ പോരും നടക്കുമ്പോൾ, ഇവിടെ ഡൽഹിയിൽ പഞ്ചാബ് ലക്ഷ്യമിട്ടുകൊണ്ട് BJP മറ്റൊരു നീക്കം ആരംഭിച്ചിരുന്നു എന്നാണ് ഈ വസ്തുത. എന്താണ് ഇതിൻ്റെ പ്രതിഫലനം? ഇതെങ്ങനെ ബാധിക്കുമെന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം ആരൊക്കെയാണ് കൂറുമാറിയവർ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ത് എന്നത്. 7 MP-മാർ, 10 രാജ്യസഭാ MP-മാരിൽ 7 പേരും, ആം ആദ്മി പാർട്ടിയുടെ 7 MP-മാരും കൂറുമാറി BJPയോട് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിലേറ്റവും പ്രമുഖൻ മറ്റാരുമല്ല, രാഘവ് ഛത്തയാണ്. രാഘവ് ഛത്ത പ്രതിപക്ഷ നിരയിലെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു. ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ആർജവത്തോടെ BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി ഏറ്റവും ശക്തമായി വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് രാഘവ് ഛത്ത. എന്ന് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയിൽ പലപ്പോഴും രാഘവ് ഛത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി ചില വിഷയങ്ങളിലൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ മറികടക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അതിശക്തമായി മുന്നോട്ട് പോയതാണ്. അതുകൊണ്ട് BJPക്കും രാഘവ് ഛത്ത കടുത്ത വെല്ലുവിളി ഉണ്ടാക്കിയിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ കൂറുമാറുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ അതിശക്തമായി ഉറച്ചു നിന്നിരുന്ന അതിപ്രധാനപ്പെട്ട വ്യക്തിയാണ് രാഘവ് ഛത്ത. രാഘവ് ഛത്തയാണ് ഇപ്പോൾ കൂറുമാറുന്നത്. രാഘവ് ഛത്തയുടെ കൂറുമാറ്റം ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നു എന്നത് തന്നെയാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും BJPയെ വിമർശിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി അത്തരം നിലപാടുകൾ എടുത്ത് പൊതുവിൽ പോവുകയായിരുന്നു. രാജ്യസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനം തന്നെ അദ്ദേഹത്തിൽ നിന്ന് മാറിയത് അദ്ദേഹത്തിൻ്റെ ഒരു കൂറുമാറ്റം ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു എന്ന് മനസ്സിലാക്കിയാണ്. അപ്പോൾ ഈ നിലപാട് മാറിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി രാഘവ് ഛത്തയാണ്. മറ്റൊരാൾ അശോക് മിത്തലാണ്. അശോക് മിത്തലിൻ്റെ പ്രാധാന്യം മറ്റൊന്നുമല്ല, അശോക് മിത്തലാണ് രാഘവ് ഛത്തയ്ക്ക് പകരക്കാരനായി രാജ്യസഭയിൽ നിയോഗിക്കപ്പെട്ട വ്യക്തി. പക്ഷേ ആ നീക്കവും പിഴച്ചു എന്നതാണ് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചത്. അശോക് മിത്തലും കൂറുമാറി. അങ്ങനെ അശോക് മിത്തലും BJP ചേരിയിലേക്ക് എത്തുന്നു. മറ്റൊന്ന് സന്ദീപ് പാഠകാണ്. സന്ദീപ് പാഠകം വളരെ നിർണായകമായ നിലപാടെടുത്ത വ്യക്തിയാണ്. അദ്ദേഹവും ആം ആദ്മി പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു പോയി. മറ്റൊന്ന് സ്വാതി മാലിവാളാണ്. സ്വാതി മാലിവാളും സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരുപക്ഷെ പഞ്ചാബിന് പുറത്തു നിന്നുള്ള ഒരു MP എന്നത് സ്വാതി മാലിവാൾ മാത്രമാണ്. ബാക്കി എല്ലാവരും പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന് ഹർഭജൻ സിംഗ് ആണ്. ഹർഭജൻ സിംഗിനെ നമുക്കെല്ലാവർക്കും അറിയാം, ക്രിക്കറ്റ് താരമാണ്. ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായി ഉയർത്തിക്കാട്ടിയ വ്യക്തി കൂടിയാണ് ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗും BJP ചേരിക്കൊപ്പമാണ് ചേരുന്നത്. നിലപാട് മാറിക്കഴിഞ്ഞു. മറ്റൊന്ന് വിക്രം സാങ്നിയാണ്. വിക്രം സാങ്നിയും ഇനി താൻ BJPക്കൊപ്പം എന്ന നിലപാട് പറയുന്നു. അങ്ങനെ മാറിയ 7 പേരിൽ ഒരാൾ വിക്രം സാങ്നിയാണ്. മറ്റൊന്ന് രജീന്ദർ ഗുപ്ത. ഇങ്ങനെ 7 പേരാണ് ഈ നിലപാട് മാറിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ പരിശോധിക്കുന്നത്
ഈ മാറ്റം പഞ്ചാബിൽ ഏത് പ്രതിഫലനം ഉണ്ടാക്കും എന്നതാണ്. അതായത് പഞ്ചാബ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ നീക്കമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ MPമാർ മാറിയാൽ അത് പഞ്ചാബിൻ്റെ രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കുമോ? സ്വാഭാവികമായ ചോദ്യമാണ്. നമുക്കറിയാം പഞ്ചാബ് രാഷ്ട്രീയത്തിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ് ഒരു പൂർണ്ണ ഡൽഹിയിലെ വിജയത്തേക്കാൾ ഏറ്റവും മൂല്യമുള്ള വിജയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്, AAPയെ സംബന്ധിച്ച് പഞ്ചാബിലെ വിജയമാണ്. 117 നിയമസഭാ മണ്ഡലങ്ങളിൽ 92 സീറ്റുകളും പിടിച്ചുകൊണ്ട് വലിയ ആധികാരിക വിജയമാണ് അവിടെ ഉണ്ടാക്കിയത് ആം ആദ്മി പാർട്ടി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണ സ്റ്റേറ്റിലെ പരിപൂർണമായ വിജയമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലുണ്ടായത്. അപ്പോൾ ഡൽഹിയേക്കാൾ വലിയ സാധ്യതയും മുന്നോട്ട് പോക്കുമാണ് പഞ്ചാബിലുള്ളത്. ആ പഞ്ചാബ് പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. പഞ്ചാബിൻ്റെ സ്ഥിതി നമുക്ക് പരിശോധിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ സീറ്റുകൾ 117 സീറ്റുകളാണ് പഞ്ചാബിലുള്ളത്. അതിൽ നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് 92 അംഗങ്ങളുണ്ട്, കോൺഗ്രസിന് 18, ശിരോമണി അകാലിദളിന് 3, BJPക്ക് വെറും 2 മാത്രം, സ്വതന്ത്ര അംഗങ്ങളായി 2 പേരുമുണ്ട്. ഇതാണ് നിലവിലുള്ള പഞ്ചാബ് നിയമസഭയുടെ ചിത്രം. ഈ 2 എന്ന നമ്പറിൽ നിന്നും ഭരണത്തിലേക്ക് കൊണ്ടുവരാനാണ് BJP ലക്ഷ്യമിടുന്നത്. പഞ്ചാബിൽ താമര വിരിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് BJP. പക്ഷേ അത് അത്ര കണ്ട് എളുപ്പമാണോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ ഈ നീക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അതുതന്നെയാണ്. അതായത് രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ 10 MPമാരിൽ 7 പേരെയും അടർത്തിയെടുക്കുന്നതിലൂടെ BJP ദേശീയ തലത്തിൽ 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. അതിലൊന്ന് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പഞ്ചാബിൽ 2027 അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കലാണ് നടക്കുന്നത്. നേരത്തെ തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അടക്കമുള്ളവരെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ടുള്ള അതിൻ്റെ കളമൊരുക്കൽ BJP നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ നീക്കത്തിലൂടെ സംഭവിക്കുന്നത്. അതായത് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ആം ആദ്മി പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന ബദൽ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിരുന്ന പ്രധാനികളെയെല്ലാം BJP സ്വന്തം പാളയത്തിലേക്ക് അടർത്തിയെടുത്തിരിക്കുന്നു. ഇതോടുകൂടി BJP പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ നീക്കത്തിനാണ് ലക്ഷ്യമിടുന്നത്. ഈ 2 എന്ന ഈ നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ നിന്നും അത് ഭൂരിപക്ഷത്തിലേക്ക് 57 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ എങ്ങനെ കഴിയും? അതിനുള്ള എന്ത് തന്ത്രങ്ങളാണ് BJPക്ക് ഒരുക്കാൻ കഴിയുക എന്ന ചോദ്യമാണ്. ഈ MPമാർ നടത്താൻ പോകുന്ന തുടർ രാഷ്ട്രീയ നീക്കങ്ങളും ഇപ്പോഴുണ്ടാക്കുന്ന സാഹചര്യങ്ങളും പഞ്ചാബ് പൊളിറ്റിക്സിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് BJP ലക്ഷ്യമിടുന്നത്. ഇതുവരെ ശിരോമണി അകാലിദൾ പോലെയുള്ള സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ടുള്ള ചില നീക്കങ്ങൾ മാത്രമാണ് BJPക്ക് അവിടെ സാധ്യമായത്. BJP പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഒരു മുഖമായിരുന്നില്ല, ഒരു സമ്മർദ്ദ ശക്തിയായിരുന്നില്ല, ഒരു തരത്തിലും സ്വാധീനം ആ തരത്തിൽ ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഡൽഹിയുമായി അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കൂടി അത്തരമൊരു സാധ്യത BJPക്ക് കഴിയാതിരുന്നിടത്താണ് ഇത്തവണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയൊരു നീക്കത്തിന് ലക്ഷ്യമിടുന്നത്. ഓർക്കുക, ഇപ്പോൾ നടക്കുന്ന 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് പശ്ചിമ ബംഗാളാണ്. കാരണം പശ്ചിമ ബംഗാൾ അവർക്ക് പിടിച്ചെടുക്കുക ലക്ഷ്യമാണ്. ഇപ്പോൾ അവിടുത്തെ ഉയർന്ന പോളിംഗ് ശതമാനമൊക്കെ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുമെന്നത് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പഞ്ചാബിൻ്റെ വോട്ടെടുപ്പുകൾ ഇനി 2ാം ഘട്ടമടക്കം പുരോഗമിക്കാനിരിക്കുന്നു. അതിനിടയിലാണ് ഈ ഒരു നീക്കം നടക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു പ്രതിഫലനം പശ്ചിമ ബംഗാളിൽ കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഒരുപക്ഷെ BJPക്ക് ഉണ്ടാവാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമ ബംഗാളിന് ശേഷം BJPയുടെ അടുത്ത നിയമസഭാ ലക്ഷ്യം അത് പഞ്ചാബായി മാറുന്നു എന്നതാണ്. അതാണ് ഈ രാഷ്ട്രീയ നീക്കത്തിന് സാധ്യത നൽകുന്നത്. അത് എത്രമാത്രം ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നത് കൂടി നമുക്ക് കണ്ടറിയാം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് രാജ്യസഭയിൽ, അതായത് പഞ്ചാബിനപ്പുറം BJPക്ക് ഇത് ദേശീയ തലത്തിൽ നൽകുന്ന നേട്ടം രാജ്യസഭയിലെ BJPയുടെ അംഗസംഖ്യ ശക്തമാകുന്നു എന്നതാണ്. അത് എത്ര കണ്ട് ശക്തമാകുന്നു, എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ, അതുകൂടി നമുക്ക് നോക്കാം. അതിലേക്ക് വരുമ്പോൾ നിലവിൽ രാജ്യസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 245 അതിൽ നിലവിൽ BJPയുടെ അംഗങ്ങൾ 106 അപ്പോൾ ഇനി അതായത് ഈ 7 പേരും കൂടി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അംഗസംഖ്യ 113 ഉയരുന്നു എന്നതാണ് സാഹചര്യം. അതായത് BJPക്ക് ഒരു നഷ്ടവുമില്ലാതെ 7 അംഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നതാണ്. BJP ഉൾപ്പെടുന്ന മുന്നണികൾ, അവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ, ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ അംഗസംഖ്യ 148. അതായത് 245-ൽ 148 എന്ന വളരെ കംഫർട്ടായ ഒരു മാർജിൻ രാജ്യസഭയിലും ഇതോടുകൂടി സ്വന്തമാക്കാൻ BJPക്ക് മുന്നണിക്ക് കഴിയുന്നു. സ്വന്തമായി തന്നെ 113 അംഗങ്ങൾ സ്വന്തമാക്കാൻ BJPക്ക് കഴിയുന്നു എന്നതാണ്. അതായത് രാജ്യസഭാ കണക്കിൽ പലപ്പോഴും നമുക്കറിയാം പല പ്രധാനപ്പെട്ട ബില്ലുകളുടെ മറ്റൊരു പാസ്സാക്കി എടുക്കണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും വലിയ തരത്തിലുള്ള മജോറിറ്റി ആവശ്യമാണ്. BJPക്ക് പലപ്പോഴും രാജ്യസഭയിൽ പ്രാതിനിധ്യം കുറയുന്ന വെല്ലുവിളി ഉണ്ടാക്കിയിരുന്നു.
അതുകൂടി മറികടക്കാൻ ഈ രാഷ്ട്രീയ നീക്കം ഗുണം ചെയ്യുന്നു എന്നതുകൂടിയാണ് അവിടെ ഉയർന്ന ഒരു ചോദ്യമാണ്. ദേശീയ തലത്തിൽ BJPക്കെതിരെ ഉയർന്നു വന്ന ബദൽ ശബ്ദങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത് അത് ആം ആദ്മി പാർട്ടിയുടെ ശബ്ദമായിരുന്നു. അത് പതിയെ ഇല്ലാതാവുന്നു എന്ന സൂചന കൂടിയാണോ അതിലൂടെ BJP ലക്ഷ്യമിടുന്ന നീക്കം എന്താ എന്ന പ്രസക്തമായ കാര്യം കൂടിയുണ്ട്. ഓർത്തു നോക്കാം, ആം ആദ്മി പാർട്ടി അവരുടെ ചരിത്രത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന്, ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതുണ്ടാക്കിയ രാഷ്ട്രീയ നീക്കങ്ങളുമായിരുന്നു. പിന്നാലെ സംഭവിച്ച ഒരു കാര്യം, അവർക്ക് ഡൽഹി നഷ്ടപ്പെടുന്നു. ഡൽഹിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തിരിച്ചു പിടിക്കുന്നു, BJP അവിടെ അധികാരം പിടിക്കുന്നു എന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അവരുടെ ഏറ്റവും തുടക്ക കേന്ദ്രമായ ഡൽഹി, അഭിമാന കേന്ദ്രമായ ഡൽഹി നഷ്ടപ്പെട്ടു. പിന്നാലെ കേസിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ മുക്തനാകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും പ്രതിസന്ധി കാത്തിരിക്കുന്നു എന്നതാണ്. അപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആം ആദ്മി പാർട്ടിക്ക് പുതിയ ആഘാതമായി ഇത് മാറുന്നു എന്ന സാഹചര്യം കൂടിയാണ്. ഒരുപക്ഷേ രാജ്യത്തെ പ്രതിപക്ഷ ചേരിയെ ഇത് എത്ര കണ്ട് ദുർബലമാക്കുമെന്ന ഒരു പ്രതിസന്ധി കൂടി മുന്നിൽ വരികയാണ്. പക്ഷേ ഇതിനിടയിലും ഉയരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് BJP നടത്തിയത് ഓപ്പറേഷൻ താമരയാണ്. മറ്റ് പല സ്റ്റേറ്റുകളിലും കണ്ടതുപോലെ പണം കൊടുത്ത് MP-മാരെ അല്ലെ MLA-മാരെ വിലയ്ക്ക് വാങ്ങുക എന്ന തന്ത്രം പലപ്പോഴും പല സ്റ്റേറ്റുകളിൽ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ കണ്ടതാണ്, ഗോവയിൽ കണ്ടതാണ്. അങ്ങനെ ഭൂരിപക്ഷമില്ലാത്ത സ്റ്റേറ്റുകളിൽ പോലും എതിർചേരിയിൽ നിന്നും ആളുകളെ അടർത്തിയെടുക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പലകുറി BJP വിജയം വരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പുതിയൊരു ഉദാഹരണമാണ് ഇവിടെ പഞ്ചാബിൽ കണ്ടത് എന്ന വിമർശനം കൂടി അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതുതന്നെയാണ് ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. BJP പണം കൊടുത്ത് MP-മാരെ വിലയ്ക്ക് വാങ്ങുന്നു എന്നതാണ് സാഹചര്യം. ഇവിടെ ആം ആദ്മി പാർട്ടിയെ കുഴയ്ക്കുന്ന ഒരു വിഷയം, 10-ൽ 7 പേരും കൂറുമാറിയതോടെ കൂറുമാറ്റ നിരോധന നിയമം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് അത് മാറുന്നു. പക്ഷേ ഞങ്ങളത് ഉപയോഗിക്കും, രാജ്യസഭാ അധ്യക്ഷന് ഇവരെ അയോഗ്യരാക്കണം, കൂറുമാറിയവരെ അയോഗ്യരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഏത് രീതിയിൽ നിയമക്കുരുക്കിലേക്ക് പോകും എന്നതും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നു. BJP ഒരു കാര്യം വ്യക്തമാണ്, ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പേരിട്ടുകൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും BJP നടത്തിയ രാഷ്ട്രീയ നീക്കത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും നടത്തിയിരിക്കുന്നത് എന്ന വിമർശനം പ്രതിപക്ഷത്തു നിന്നും ഉയരുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ, കോൺഗ്രസ് അടക്കം ആ വിമർശനവുമായി മുന്നോട്ട് വരുമെന്ന് കരുതാം. എന്തായാലും വളരെ പ്രസക്തമാണ് ഈ രാഷ്ട്രീയ നീക്കം. ദേശീയ തലത്തിൽ വലിയ തുടർചലനങ്ങൾക്ക് ഇടവെച്ചേക്കാവുന്ന വലിയ നീക്കമായി കൂടി ഇത് മാറുകയാണ്. അങ്ങനെയെങ്കിൽ പഞ്ചാബ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവാൻ പോകുന്നത്, അടുത്ത ഘട്ടത്തിലെ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് ഈ രാഷ്ട്രീയ നീക്കം മാറാനാണ് സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.